നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നത്തെ വിശേഷം. ഉത്രാട ദിനത്തിലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ, അതായത് ഇന്നത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ഞാനൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് ലൈക്കും ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും പിന്നെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യും ഒക്കെ ഒന്ന് വേണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വീഡിയോസൊക്കെ ഇട്ട് നോക്കുന്നത് കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇതൊക്കെ കുത്തനെ താഴോട്ടാണ് പോകുന്നത്. എന്താണെന്നറിയില്ല, വീഡിയോൻ്റെ എന്തെങ്കിലും പോരായ്മയാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു 4-4:15 തൊട്ടിട്ട് 7 മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലൈവ് എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മോഹനേട്ടൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അമ്മയും മോനും കൂടെ വാഴ 2 സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ അകത്തേക്ക് വന്നിട്ട് ചായ വെക്കുകയാണ് കേട്ടോ. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മധുരം വേണ്ട ചായക്ക്. ഇന്ന് പായസമൊക്കെ കഴിച്ചതായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് ഞങ്ങൾ പാൽപ്പായസം വെച്ചാൽ സേമിയ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പായസമൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ചായക്കൊന്നും മധുരം ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അരയ്ക്കാനുണ്ട്, അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ റെഡിയാക്കി വെച്ചപ്പോൾ. അരയ്ക്കാൻ നാളെ ഇഡ്ഡലി, അതായത് ഓണത്തിന് രാവിലെ എല്ലാവരും ഇഡ്ഡലി സാമ്പാറാണല്ലോ അല്ലേ, അപ്പോൾ എളുപ്പം അതാണല്ലോ. അപ്പോൾ ഇഡ്ഡലിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അരിയൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ, അതായത് പ്ലേറ്റുകൾ മാത്രമേ ഉച്ചയ്ക്ക് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടാൻ വെച്ച പാത്രം, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ബാക്കി കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കഴുകണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മുളകാപ്പച്ചടി ഉണ്ടാക്കണം, പുളിയിഞ്ചിയല്ല മുളകാപ്പച്ചടി ഉണ്ടാക്കണം, വിറകെടുത്ത് കൊണ്ടുവെക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പം അതൊക്കെ കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് പറയൂ, നിങ്ങൾക്കൊക്കെ ഓണമൊക്കെ എവിടെ എത്തി? ഉത്രാടമൊക്കെ അടിപൊളിയാക്കിയോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും എന്തൊക്കെയാണ് സദ്യ, ഉത്രാടത്തിന് എന്തൊക്കെയായിരുന്നു സദ്യ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾക്ക് ഇന്ന് ഓലനും ഉപ്പേരി, പിന്നെ അച്ചാറ്, പപ്പടം, കാളൻ, ഇതായിരുന്നു ഇന്നത്തെ കൂട്ടാൻ കേട്ടോ. ചെറിയൊരു സദ്യ. നാളെ അങ്ങനെ തന്നെയേ സദ്യ ഉണ്ടാക്കുന്നുള്ളൂ, കേമമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ആകെ ഞങ്ങൾ ഈ 4 ആളല്ലോ, ഇത്ര കഴിക്കുന്നതിന് ഒരു കണക്കുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും നാളെ ഉണ്ടാക്കുന്നില്ല. നാളെ വെച്ചാൽ ഓണത്തിൻ്റെ അന്ന് പരിപ്പ് പ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അരിയൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്, എന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് കഴുകാണ്. 2 പ്രാവശ്യം കഴുകിയിട്ടാണ് പുതിർത്ത് വെച്ചത്, എന്നാലും ഒന്നും കൂടെ കഴുകാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം കഴുകിയെടുക്കുക, ഒന്നുകൂടെ അരിച്ച് നോക്കാം കല്ലോ മറ്റോ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാത്രം കഴുകുന്നത്. ചായ വെച്ച പാത്രം തന്നെയായിട്ട് കുറേ പാത്രം എടുത്ത് വലിച്ചാൽ ഞാൻ തന്നെ കഴുകണ്ടേ, അതുകൊണ്ട് അങ്ങനെ അരിയും ഉഴുന്നും. അപ്പം ഇന്ന് രാത്രി ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകി ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം അരിയാണ് കേട്ടോ ആദ്യം അരച്ചെടുക്കുന്നത്. മിക്സിയിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ, നാളെ രാവിലത്തേക്ക്. അങ്ങനെ രാവിലെയും വൈകുന്നേരം ഒക്കെ അരി ആരും ഇവിടെ കഴിക്കില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും അരച്ചിട്ട് റെഡിയാക്കി വെക്കണ്ട. അപ്പോൾ അരി അരയ്ക്കുകയാണ് കേട്ടോ. ഇനി ഇങ്ങനെ എന്താണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പോവുകയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ ആരുമില്ല. ഇന്നിപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉത്രാടത്തിന്. പിന്നെ തെങ്ങ് മൂടലും കാര്യങ്ങളും, അങ്ങനെ ഓരോ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചവരെ ഭയങ്കര തിരക്കായിരുന്നു. അതിനുശേഷം ലൈവിനിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം ഈ കാര്യങ്ങളുമായി. അങ്ങനെ ഇഡ്ഡലിക്കുള്ള അരച്ചു കേട്ടോ, ഉഴുന്ന് അരച്ചു, അരി അരച്ചു, അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി വെച്ച് നാളത്തേക്ക് പൊന്തും വിചാരിക്കുന്നു. നല്ല മഴയാണ്, ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലത്തേക്ക് പൊളിച്ചു പൊന്തിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അലക്കാനുള്ളത് മെഷീനിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, ആ അലക്കിയതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടും ആറിയിടുകയാണ് കേട്ടോ. കാരണം മുറ്റത്തിടാൻ പറ്റില്ല. അപ്പോൾ തോർത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വർക്ക് ഏരിയൻ്റെ അടുത്ത് തന്നെ ഇടും. കാരണം എല്ലാവർക്കും പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ ആറിയിടും. പിന്നെ മേലെ പെട്ടെന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് മേലെ കൊണ്ടുപോയിട്ട് ആറിയിടുക കേട്ടോ. തോർത്ത് അങ്ങനെ ആൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ ആറിയിടൽ. പിന്നെ ഞാൻ എന്താ പറയുക, ഇന്ന് രാവിലെ കപ്പയും ചെറുപയറും ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പണിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ചൂടാക്കി വെച്ചു കേട്ടോ. നല്ലോണം കേട് വരണ്ട വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വെച്ചു. പിന്നെ ഞാൻ ചട്ടിയൊക്കെ എടുത്ത്, ഇതിൽ ഉച്ചയ്ക്ക് കൂട്ടാൻ വെച്ച ചട്ടിയാണ് ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത്. കാളനൊക്കെ വെച്ച് പിന്നെ ചോറ് വെച്ചത് കലം. അത് കഴിഞ്ഞിട്ട് നാളെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു കലം ചട്ടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഉച്ചത്തേക്കും രാവിലത്തേക്കുമാണല്ലോ.
രാവിലത്തേക്ക് ഉച്ചത്തേക്ക് അതുകൊണ്ട് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള വിറകൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ തെങ്ങിൽ കയറിയതുകൊണ്ട് അധികം നനയാതെ കുറച്ച് കൊതുമ്പ് കിട്ടി. അത് വലിയ കാര്യമായിട്ടോ. കൊതുമ്പ് വെച്ച് കഴിഞ്ഞാൽ വേഗം കത്തി കിട്ടുമല്ലോ. അപ്പോൾ കുറേ കൊതുമ്പ് ഇപ്രാവശ്യം തെങ്ങുമ്പോൾ കയറിയപ്പം കിട്ടി. എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് ആ കൊതുമ്പൊന്നും നനഞ്ഞതുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കൊതുമ്പും വിറകും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ചകിരി എടുത്ത് കൊണ്ടുവച്ചതുണ്ട്, കഴിഞ്ഞ ദിവസം എടുത്ത് കൊണ്ടുവച്ചതുണ്ട്. അപ്പം അതുകൊണ്ട് അതെടുക്കണ്ട. അപ്പം നോക്കിയിട്ട് നോക്കിയിട്ട് എടുക്കുക. നല്ല നല്ല വിറക്, പാളി പോവാത്ത വിറക് എടുത്താലേ ഒരു കൊള്ളി വിറകും ഇങ്ങനെ കുറച്ച് ചകിരിയും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കുറേ കാര്യങ്ങൾ അതിലായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കാരണം നാളെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ പായസമൊക്കെ ഉണ്ടാക്കാൻ അടുപ്പാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ വിനിക്കുട്ടൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ടേ അവനാണ് അപ്പോൾ അത് എടുത്തു തന്നത് കേട്ടോ. പിന്നെ അതെത്തി ഇതൊക്കെ അടുപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു പണി കഴിഞ്ഞല്ലോ. മഴ തന്നെയാണ്, മഴ ആയതുകൊണ്ട് ഒരു സുഖമില്ല. മുറ്റടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല മുറ്റടിക്കേണ്ട കാര്യം. കാരണം പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ടേ ചളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് മുറ്റത്ത് മൊത്തം ചളിയായിട്ടുണ്ട്. ആകെ എന്തൊക്കെയോ ഒരു പോലെ ഉണ്ട് മുറ്റം, പക്ഷെ നിവൃത്തിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് പച്ചമുളക് അരിയാണ് കേട്ടോ. മുളകാ പച്ചടി ഉണ്ടാക്കുക. പുളിയിഞ്ചിയല്ല, പുളിയിഞ്ചി ആണെങ്കിൽ കുറച്ച് പണിയല്ലേ, ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റി അങ്ങനെയൊക്കെ വേണമല്ലോ. ഇത് മുളകാ പച്ചടി എന്ന് പറയും. നിങ്ങളെന്താ പറയുക അറിയില്ല. ഞങ്ങൾ മുളകാക്കറി, മുളകാ പച്ചടി അങ്ങനെയൊക്കെ പറയും. മുളകാക്കറി, മുളകാ പച്ചടി അല്ലെ മുളകാക്കറി അങ്ങനെ എന്തെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ആ പച്ചമുളക് നുറുക്കിത്തരാം, നീ ഒരു കാര്യം ചെയ്ത് ആ പുളി പിഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് വെച്ചോ, എന്നാൽ വേഗം ആവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പുളിയൊക്കെ പിഴിഞ്ഞ് അടുപ്പത്തേക്ക് ഇടുകയാണ്. അപ്പോൾ അപ്പയ്ക്ക് അമ്മ എന്ത് ചെയ്തു, അതൊക്കെ അരിഞ്ഞ് വെച്ച ശേഷം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അമ്മ ഉള്ളതുകൊണ്ട് വലിയ ഗുണമാണ്, കുറേ കാര്യം അമ്മ ഇങ്ങോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അമ്മ അതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കേട്ടോ. ആ പുളിയിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് അതിന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, ഗോതമ്പപ്പൊടി കലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് കലക്കി വെക്കുന്നത്. അമ്മ ഒന്ന് നീ എടുത്തുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗോതമ്പപ്പൊടി എടുത്തു കൊടുത്തു. പിന്നെ ആ പുളി നല്ലോണം തിളച്ച് വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു, അതിലേക്ക് മുളകും ഇട്ട് വെച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2-2.5 ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല മധുരം വേണം ഈ മുളകാ പച്ചടിയൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ദിവസത്തേക്ക് പരിപ്പ് പ്രഥമനാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് വറുക്കുകയാണ് കേട്ടോ. ഇതൊന്നും നാളെ ഈ ഒരു പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇല ഇട്ടതാണ് കേട്ടോ, വാഴേൻ്റെ ഇല. ആ വാഴേൻ്റെ ഇല പൊടിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമ്മളെ പരിപ്പ് കറക്റ്റായിട്ട് വേവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഇങ്ങനെ കലക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക്. പിന്നെ അത് എള്ളാണ് കേട്ടോ ഞാൻ വറക്കുന്നത്. അടുത്തതിൽ എള്ള്, ഈ പുളിയിഞ്ചിക്ക് അതല്ല മുളകാ പച്ചടിക്ക് ഇടാൻ വേണ്ടിയിട്ട് എള്ള് വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അടുപ്പത്തു നിന്ന് എള്ള് വറുക്കുന്നുണ്ട്, ഒരടുപ്പത്തിൽ പരിപ്പ്, നമ്മളെ നാളെ പരിപ്പ് പ്രഥമനുള്ള പരിപ്പ് വറുക്കുന്നുണ്ട്, ഒരടുപ്പത്തു നിന്ന് ഇങ്ങനെ നമ്മുടെ പുളീൻ്റെ മുളകാ പച്ചടീൻ്റെ അതിങ്ങനെ തിളച്ചിട്ടുണ്ട്. അതൊന്ന് കുറുകി വരണം. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ എന്താ പറയുക, നമ്മുടെ കടുകല്ല, എന്താ പറയുക ആ സാധനം, എന്താ എള്ളാണ് കേട്ടോ, കടുകല്ല, സോറി, എള്ള് കേട്ടോ. എള്ള് നല്ല ടേസ്റ്റാണ് കേട്ടോ എള്ള് വറക്കുമ്പോൾ. അപ്പോൾ അതിൽ ഏകദേശം അതൊക്കെ വഴന്ന് വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എള്ള് വറുത്തപ്പോൾ അമ്മേനോട് പൊടിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അപ്പോഴേക്ക് നമ്മളെ ഇതും റെഡിയായി. പരിപ്പും നല്ലോണം വറുത്ത് വന്നു. നമ്മുടെ പുളീൻ്റെ പാകം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഏകദേശമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് വിളക്ക് കത്തിച്ചു. സമയം അത്രയായെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെ കറക്റ്റ് ടൈമിൽ വിളക്കെല്ലാം കത്തിക്കണം. ഞാനാണെങ്കിൽ ഒന്ന് വൈകിപ്പോവും. അമ്മ പിന്നെ വേഗം പോയി വിളക്ക് കത്തിച്ച് കൈയും കാലും മുഖം കഴുകി വന്ന് അമ്മ വിളക്കെല്ലാം കത്തിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴേക്ക് ഇതൊക്കെ പൊടിച്ച് വെച്ചിട്ട് അമ്മ പോയത്. അപ്പോഴേക്ക് നമ്മുടെ ഇത് റെഡിയായപ്പോൾ മുളകാ പച്ചടി റെഡിയായപ്പോഴേക്ക് അതിലേക്ക് ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കലേ ഉള്ളൂ കാര്യമായിട്ടുള്ള പണികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 7 മണിയാകുമ്പോഴേക്ക് ദോശ ഉണ്ടാക്കുകയാണ്. ദോശയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കപ്പ ചെറുപയർ കറിയുണ്ട്, പിന്നെ പുളിയിഞ്ചി എടുക്കും, പിന്നെ ഉച്ചത്തെ ഓലനൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വിശേഷം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.